പൊതുജന മന്ദരബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകളാണോ ലഹരി ഉപയോഗത്തിന് കൂട്ടായി വരുന്നത്? എന്താണെന്ന് നമുക്ക് പൊതുജനത്തോട് ചോദിച്ചിട്ട് വരാം. ഈ ലഹരിയുടെ ഉപയോഗങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് കൂടി വരികയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലഹരികൾ കൂടി വന്നതുകൊണ്ട് ഇപ്പം തലമുറകളെല്ലാം ലഹരികൾ വാങ്ങിച്ച് വലിച്ചും കുടിച്ചും അവരുടെ ഭാവികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. പിന്നെ പെൺകുട്ടികളും കൂടുതൽ ഇതിനെ അടിമപ്പെട്ടു പോകുന്ന പെൺകുട്ടികളും അടിമപ്പെട്ടു പോകുന്നുണ്ട്, ആൺകുട്ടികളും പോകുന്നുണ്ട് അടിമപ്പെട്ട്. മദ്യപാനത്തിനും മയക്കമരുന്നിനും സിഗരറ്റ് ഇങ്ങനെയുള്ള പുകയില വർഗ്ഗങ്ങളെല്ലാം വലിച്ചും കുടിച്ചും പിന്നെ ഓരോന്നിൻ്റെ കുടലുകൾ ചുരുങ്ങിയും പിന്നെ കരള് പൊത്തും ജീവിതങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ട് സ്വന്തം വീട്ടിലുള്ള അമ്മയെയും അച്ഛനെയും വരെ കൊല്ലുന്ന ഒരു സാഹചര്യം വരെ, ബന്ധങ്ങൾക്ക് പോലും ഒരു വിലയില്ലാത്ത ഒരു സാഹചര്യം. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഭാവി എന്തായിരിക്കും, ഈ ഒരു കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പോയാൽ ഇപ്പം എൻ്റെ വീട്ടിലിപ്പം ചെറുമക്കളൊക്കെ ഇതിനടിമകളാണ്. പിന്നെ എൻ്റെ ഭർത്താവ് കുടിക്കുന്നൊന്നും ആളല്ലായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഈ നാട്ടിൽ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ മയക്കമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെട്ട് ഓരോ ഭവനങ്ങളിൽ സമാധാനം ഇല്ലാതായി. നമ്മളെല്ലാം കേട്ടോണ്ടും കണ്ടോണ്ടിരിക്കുകയില്ലേ? അതിനെ ആ കേട്ടോണ്ടും കണ്ടോണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ദിനംപ്രതി കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഒരുപാട് ലഹരി കടത്തുന്ന കിലോ കണക്കിന് ലഹരി കൊണ്ടുവരുന്ന ആൾക്കാരാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇത് എങ്ങോട്ട് പോകുന്നെന്നോ ഇത് എവിടെ നിന്ന് വരുന്നെന്നോ പോലും അറിയാത്തൊരവസ്ഥയാണ്. ആർക്കും അറിയത്തില്ല. ഇത് എവിടെ നിന്നാണ് വരണമെന്നും എങ്ങോട്ട് പോകണമെന്നും ഒന്നും ആർക്കും അറിയത്തില്ല. പിള്ളേരുടെ ജീവിതങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളാണ് ഇത് കൂടുതലും ഉപയോഗിച്ചു മുന്നോട്ട് പോകുന്നത്. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പോലും ലഹരിയുടെ ഉപയോഗം കൂടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പോയാൽ കേരളം നശിക്കുമോ? ഭാവി കേരളം ഭാവിയിൽ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ അടിമപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് തലമുറയിലേക്കായിരിക്കും പോക്ക്. അതെ. പഴയ കാലങ്ങളിൽ ഇത്രയധികം കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നില്ല. പഴയ കാലങ്ങളിൽ ഇത്രയധികം ഒന്നും ആൾക്കാർ ഉപയോഗിക്കത്തില്ല. പഴയ കാലത്തെന്ന് പറയുമ്പോഴത്തേന് ഈ പിന്നെ ഇന്നുള്ള രീതിയിലുള്ള ഇതല്ല. അത് ഈ ചുക്ക കൊണ്ടുവന്ന് തീർപ്പ് വീടി തെറുത്ത് അങ്ങനെയൊക്കെ വലിക്കുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രത്തോളം പിന്നെ മയക്കമരുന്നിനും ഒന്നും അടിമയല്ലായിരുന്നു അന്ന് ആ പണ്ടത്തെ കാലത്ത്. കാരണം പണ്ടത്തെ കാലം എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം ഉണ്ടെങ്കിലും നമുക്ക് പിന്നെ 100 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം. അന്ന് 1 കിലോ മരച്ചീനിക്കാണെങ്കിൽ 10 പൈസയേ ഉള്ളൂ. 50 രൂപ ഇന്നൊരു കിലോയ്ക്ക്. പിന്നെ അന്ന് 2 അരിക്ക് 1 രൂപ 10 പൈസയേ ഉള്ളൂ. 2 അരിക്ക് അന്ന് പിന്നെ നമുക്ക് 50 പൈസയും കൊണ്ട് പോയാൽ മീൻ വാങ്ങാം, 10 പൈസയും കൊണ്ട് പോയാൽ തേങ്ങ വാങ്ങാം. എല്ലാ സാധനങ്ങളും നമുക്ക് 100 രൂപ ഉണ്ടെങ്കിൽ വിശാലമായിട്ടുള്ള ഷോറൂം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വിശാലമായിട്ട് ജീവിക്കാമായിരുന്നു. പക്ഷേ ഇന്ന് അതേ സാഹചര്യത്തിൽ 500 ഉണ്ടെങ്കിലും തികയില്ല, 1000 ഉണ്ടെങ്കിലും തികയില്ല. നല്ല മാർക്കറ്റിൽ പോയി നല്ല മീൻ വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ 200, 300, 400 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മളെപ്പോലെ സാധാരണപ്പെട്ടവർക്ക് അത് പറ്റത്തില്ല. ഇപ്പം പച്ചക്കറി ആണെങ്കിലും അതുപോലെയുള്ള വിലയാണ്. വില വർദ്ധിച്ചുകൊണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ട് ഈ മയക്കമരുന്നും കഞ്ചാവും മയക്കമരുന്നും മദ്യപാനവും ആൾക്കാർ ഓരോ പിന്നെ നമ്മൾ ഈ ഫോണിലൊക്കെ നോക്കുമ്പോഴും കാണുന്നുണ്ടല്ലോ. ഓരോരുത്തരെ വെട്ടിക്കൊല്ലണത് കുത്തിക്കൊല്ലണത് മയക്കമരുന്നിന് അടിമയായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമ്മൾ ഈ ഫോണിൽ നോക്കുമ്പോൾ നമ്മൾ കണ്ട് അതൊക്കെ മനസ്സിലാക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സാമ്പത്തികമില്ലായ്മയായിരിക്കുമല്ലോ ഈ ലഹരി കടത്തിന്റെ സാമ്പത്തികം ഇല്ല, ആൾക്കാർക്ക് സാമ്പത്തികം ഇല്ല. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ടിക്കറ്റ് 360 രൂപ എനിക്ക് കിട്ടും. പിന്നെ ഇതിൽ വല്ലതും പ്രൈസ് അടിച്ചാൽ നമുക്ക് TC കിട്ടും. പക്ഷേ ഈ 360 രൂപ കൊണ്ട് ഒരു ദിവസം ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഒരു സാഹചര്യം ഇന്നത്തെ സാമ്പത്തികം അങ്ങനെയാണ്. പിന്നെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അങ്ങനെയാണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ജീവിതം. പിന്നെ ഇതൊക്കെ നമ്മൾ മാറി നല്ല രീതിയിൽ നമ്മളെ കേരളം വരണമെന്നൊരു ആഗ്രഹമുണ്ട്. നല്ല രീതിയിൽ വന്ന് എല്ലാവരും നല്ലതായിട്ട് ജീവിക്കണമെന്നും മയക്കമരുന്നിനും മദ്യപാനത്തിനും അടിമയാകാതെ
നല്ലതുപോലെ ജീവിക്കണമെന്നൊക്കെയാണ് നമ്മൾ ഈ വയസ്സായ കാലത്ത് ആഗ്രഹിക്കുന്നത്. ലഹരി കൂടാൻ എനിക്ക് മെയിനായിട്ട് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ ന്യൂക്ലിയർ ഫാമിലിയാണ്. പണ്ട് കുട്ടികൾ വരുമ്പോഴത്തേക്ക് പിന്നെ പ്ലേ ഗ്രൗണ്ട്സുകളില്ല. ഇപ്പം കുട്ടികൾ വൈകിട്ടാകുമ്പോൾ എൻഗേജ്ഡ് ആവുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഇവർ മൊബൈൽ വഴിയുള്ള ഒരു ലിങ്കിങ്ങും കണക്ഷനും പിന്നെ അതിലുള്ള ഒരു കസേരയിൽ ഇരുന്നുള്ള എൻജോയ്മെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ അപ്പോൾ അവിടെ ഇരുന്ന് ഇപ്പോൾ ചായക്കടയായാലും എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് അവരിപ്പോൾ ഹൈടെക് കോഫി ഹൗസിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ഇതിൻ്റെ ഒരു ബാക്കപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെയാണെന്ന് തോന്നുന്നു. അവർക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല. വീടാണ്, പേരൻസാണ്, നമ്മൾ പേരൻസിൻ്റെ ഇതിൽ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. എല്ലാം വിലയില്ലാതാവുന്നതുകൊണ്ട് അവർക്ക് അവരെ ഒരു ലോകത്തിലെ എൻജോയ്മെന്റ് നോക്കി പോകുന്നു. അല്ല, അത് മാത്രമല്ല ഈ പഴയ കാലത്തെ അപേക്ഷിച്ച് പെൺകുട്ടികളിലും ഈ പുകവലിയും മദ്യപാനവും കൂടി വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? പണ്ട് ന്യൂക്ലിയർ ഫാമിലിയാണ് കാര്യം. എന്ന് വെച്ചാൽ പണ്ട് ഒരു വീട്ടിലെ ഒരു 10 പേരൊക്കെ കാണും. അപ്പോൾ ആ പെൺകുട്ടികൾ അന്നത്തെ സാമ്പത്തിക സാഹചര്യം വെച്ചിട്ട് എങ്ങനെയെങ്കിലും ആരോടെങ്കിലും പോയി രക്ഷപ്പെടണം. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചു പോയി ആ പോണ വീട്ടിൽ ഒതുങ്ങി നിൽക്കുമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് 2 കുട്ടികളെ ഉള്ളു, വീട്ടിൽ എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ അവർ വേർതിരിവില്ല. അപ്പോൾ അതൊക്കെ നല്ല തന്നെ, എല്ലാം ഈക്വാലിറ്റിയൊക്കെ ഓക്കെ തന്നെ. പക്ഷേ ഒരു അമ്മയ്ക്ക് ഒരു കുട്ടിയെ വളർത്തുന്നതിൽ ഒരു റോളുണ്ട്. അപ്പോൾ അമ്മ ഒരു കുട്ടിയെ ഉപദേശിക്കണമെങ്കിൽ ആ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി വേണം. അപ്പോൾ അമ്മ ബീഡി വലിച്ചിട്ട് മോൻ്റെ അടുത്ത് ബീഡി വലിക്കില്ലോ എന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ. അത് അവർ മനസ്സിലാക്കി ചെയ്താൽ കൊള്ളാം. സാഹചര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലഹരിയുടെ വർധനവിന് കാരണമായിട്ട് വരുന്നു. അപ്പൊ ഇതൊക്കെ ഒരുപാട് കിലോ കണക്കിന് ലഹരി പദാർത്ഥങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവര് ദിനം പ്രതിയായിട്ട് പിടികൂടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു, ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന് ഒരു അത് ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്യുന്നില്ല. ഒരു ക്യാഷ് ആണല്ലോ, എന്തുകൊണ്ടെങ്കിലും ക്യാഷ്. ഇപ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാവുന്ന മാർഗം നോക്കുമ്പോൾ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷ് ഉണ്ട്. അപ്പോൾ വേറെ ഇപ്പോൾ പിടിക്കപ്പെടുന്നവരല്ലല്ലോ ഇതിൻ്റെ യഥാർത്ഥ ഇതിൻ്റെ ബിസിനസ് ചെയ്യുന്നത്. അത് വലിയ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ എത്തിപ്പെടാൻ ഒക്കത്തില്ല. അത്രയ്ക്ക് വലിയൊരു ചാനലാണ്. ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് അയാൾക്ക് ഫാമിലിയിൽ അദ്ദേഹം ഇതിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവർ ആ രീതിയിൽ ഡീൽ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സത്യസന്ധനെന്നോ അങ്ങനെ ഒരു ടീം വർക്കായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ നമ്മളെ ഗൾഫ് രാജ്യങ്ങൾ കണക്ക് രാജഭരണവും അതിനുള്ള ഒരു പണിഷ്മെൻറ്റ് വരും. ഇവിടെ ഡെമോക്രസിയും ഇന്ത്യൻ ഭരണഘടനയും എല്ലാവർക്കും ഒരു കുറ്റവാളിയുടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് പാടാണ്. ഇതിനെതിരെ പ്രതിരോധിക്കാൻ പാടാണ്. എല്ലാവരും കൂടെ തിരിച്ചറിവ് കൊണ്ട് മാറാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഭാവി കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെ പോവുകയാണെങ്കിൽ? എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട്. ഇപ്പോൾ ഇറക്കമാണ് നടക്കുന്നത്. ഇനി അതൊരു കയറ്റം വരും, തിരിച്ചറിവ് വരും. അല്ലാതെ എവിടെ പോവാൻ? അത് സ്വന്തമായിട്ട് പ്രതീക്ഷിക്കാം. ഇപ്പം മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ AI സംവിധാനത്തിലുള്ള റോബോട്ടാണെങ്കിലേ നമ്മൾ ഒരാൾ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്ന കണക്കല്ലേ അത് വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ മനുഷ്യത്വം എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അസറ്റ്. ഇന്നത്തെ കാലത്ത് മനുഷ്യത്വം നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യ മനസാക്ഷിക്ക് പോലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഇതാണ്, അവരെ ലോകം ചെറുതാണ്. അപ്പോൾ ആ ലോകം എന്ന് വെച്ചാൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല. ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ റൂട്ട് നോക്കുന്നു. അത് നമുക്ക് ആക്സസ് ചെയ്യാന്നുള്ള ഒരു രീതി ഉള്ളതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് മനുഷ്യബന്ധത്തിൽ കൂടെ അതിലോട്ട് നേടാൻ കഴിയുള്ളൂ എന്നെ മനുഷ്യബന്ധം ക്രിയേറ്റ് ചെയ്യും. അതെല്ലാം തിരിച്ചറിയും, ഇനി തിരിച്ചു വരും. ഇപ്പോൾ യൂറോപ്യൻസ് ഞാൻ വർക്കിലുള്ളതാണ്. അവിടെയുള്ള ഡ്രസ് പാറ്റേണും കൾച്ചറൊക്കെ അവർ ഇന്ത്യൻ കൾച്ചർ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ പേരൻസിനെ നോക്കുന്ന കുട്ടികളായി, അവർ വരുന്ന ഡ്രസ് കോഡെല്ലാം അങ്ങനെയായി. അവർ നമ്മളെ കണ്ട് പഠിച്ച്, അപ്പോൾ നമ്മൾ അവരെ കണ്ട് പഠിച്ചത് അവസാനം എല്ലാം തിരിച്ച് പിന്നെയും വരും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു ജനറേഷന് ചിലപ്പോൾ ഒരു ചെറിയ ഇത് വരും, അത് കഴിഞ്ഞ് നല്ല ജനറേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ പഴയ ഒരു കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ തലമുറയിൽ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നാളത്തെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? എന്താ ആ ഒരു സാഹചര്യത്തെ കുറിച്ച് പറയാനുള്ളത്? ഒരുപാട് നമ്മുടെ രക്ഷകർത്താക്കളും കുട്ടികളെ സംരക്ഷിക്കണമെന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ഒരു ഭയമുണ്ട് കുഞ്ഞുങ്ങളെ വരും തലമുറ എങ്ങനെ ആവുമെന്ന്. കാരണം 2 മക്കളുള്ളത് കൊണ്ട് ഒരു ഭയമുണ്ട്. പിന്നെ എന്താ അമിതമായി പല കൂട്ടുകെട്ടുകളിലൂടെയൊക്കെയാണല്ലോ അങ്ങനെ വരുന്നത്.
അങ്ങനെയുള്ളതിലൊന്നും പോവാതെ കുഞ്ഞുങ്ങളെ വളർത്താൻ ഏറ്റവും കൂടുതൽ പങ്ക് വേണം മാതാപിതാക്കൾ തന്നെ. അവരുടെ ഒരു പരിചരണവും ശ്രദ്ധയും കൂടുതൽ കുറച്ചുകൂടി വേണമെന്ന്. എന്താണ് ചേട്ടൻ പറയുന്നത്? അഭിപ്രായത്തിൽ തന്നെ മാതാപിതാക്കളാണ് അവരെ ആ ഒരു ലഹരി ഉപയോഗത്തിൽ നിന്നും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതെ അതെ, അവർ സ്കൂളിൽ പോകുമ്പോഴായാലും പുറത്ത് പോകുമ്പോഴായാലും നമ്മൾ തിരിച്ചു വരുമ്പോൾ അവർ എവിടെ പോയി എന്നുള്ള എല്ലാ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ ഒന്നാമത്തെ കാര്യം ഈ പോലീസുകാരൊക്കെ അതെപ്പോഴും നമ്മുടെ സ്കൂളിൻ്റെ പരിസരങ്ങളിലൊക്കെ എപ്പോഴും ഉള്ളത് നല്ലതായിരിക്കും. കാരണം കൂടുതൽ ഇപ്പം സ്കൂളുകളിലേക്കാണ് കൊണ്ടുവരുന്നത്. കാരണം നമ്മുടെ അടുത്ത സ്കൂളിൽ തന്നെ അങ്ങനെയൊക്കെ വിഷയങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ലഹരിയുടെ വിൽപ്പന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നത്. അപ്പം പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസിനെ ഒരു നല്ല രീതിയിൽ നോക്കണം. പിന്നെ കാരണം ഞങ്ങളുടെ അടുത്ത പോലീസിൽ മിക്കപ്പോഴും അവിടെ ആൾ കാണും. കാരണം അവിടെ എപ്പോഴും വിഷയങ്ങൾ ഉള്ളതായത് സർക്കാർ സ്കൂള് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ വിഷയം ഉണ്ടായതുകൊണ്ട് നമ്മൾ സ്കൂളിലായാലും പുറത്തായാലും എവിടെയായാലും വീടുകളിലായാലും നമ്മൾ ശ്രദ്ധ വേണം. ഇപ്പോൾ ഈ പണ്ടത്തെ കാലത്ത് സ്ത്രീകളൊന്നും അധികം ലഹരി ഉപയോഗിക്കില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു തലമുറയിലേക്ക് അത് മാറിയപ്പോൾ പുരുഷന്മാരെക്കാളും കൂടുതലും സ്ത്രീകൾ ആ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു പ്രവണത കണ്ടു തുടങ്ങി. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ആ ഒരു ലഹരിയുടെ ഉപയോഗത്തിലേക്ക് കടന്നു ചെന്നത്? ഇപ്പോൾ എന്ത് പറയുന്നത്, ഈ തലമുറയുടെ ഒരു കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ അവർ മോഡൽ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളായാലും ഇപ്പം കാരണം എന്ന് വെച്ചാൽ വലിയവരെക്കാളും ഒരു ബന്ധങ്ങൾക്ക് വിലയില്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നേറുന്നത് കൊണ്ടാണ് ആയിരിക്കാം ചിലപ്പോൾ. കാരണം ഓരോരുത്തരുടെ മൈൻഡ് ഓരോ രീതിയിലല്ലേ. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ നമ്മൾ രക്ഷകർത്താക്കളെ വെച്ച് നോക്കുന്നത് അവരെക്കാളും നല്ല രീതിയിൽ ഫോൺ ഉപയോഗങ്ങളായാലും മറ്റു കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അവരെ നമുക്ക് എങ്ങനെ പിടിച്ചു നിർത്തണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അവർക്ക് സാഹചര്യം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് തന്നെ ഇപ്പം അറിയാൻ വയ്യാത്തതായിട്ടൊന്നുമില്ല. അപ്പം അവരൊക്കെ വളർന്നു വരുമ്പോൾ ഉള്ള രീതി എന്തുവാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കൂടുതൽ മാറ്റങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ പോയാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാമല്ലേ ഭാവി കേരളം എന്താകുമെന്ന്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തെ അപേക്ഷിച്ച് സ്ത്രീകൾ കൂടുതലും പെൺകുട്ടികളും ഇതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യമാണ് തുടരുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒരു ഭാവി കേരളത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ കുട്ടികളുടെ അവസ്ഥ? അതായത് കഴിഞ്ഞ കാലങ്ങളിലേക്കാളും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വന്നിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പഠനത്തിനായാലും മറ്റെല്ലാത്തിനായാലും അവർ ചീത്തയായി പോകുന്നതിനുള്ള സൗകര്യമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കാരണം വീട്ടുകാർ അവർക്ക് ആവശ്യപ്പെടുന്ന തുക എന്തിനാണെന്ന് പോലും ചോദിക്കാതെ കൊടുക്കുന്ന സാഹചര്യം. അങ്ങനെ വരുമ്പോൾ ആ കാശ് കൊണ്ട് അവർ ദുരുപയോഗപ്പെടുത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്, വളരെയേറെ ചാൻസാണ്. അത്തരം കുട്ടികളാണ് ഇതുപോലുള്ള പഠനത്തിനായാലും മറ്റു കാര്യങ്ങൾക്കും പോകുന്ന കുട്ടികൾ. അത്തരം കാര്യങ്ങളാണ് കൂടുതൽ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളുടെ കാര്യത്തിലും വളരെ കൂടുതലാണ്. അതെ, പെൺകുട്ടികൾ ഇപ്പോൾ കൂടുതലായിട്ട് ലഹരി ഉപയോഗിക്കുന്ന പ്രവണത, അതും നമ്മൾ സൂചനകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പുകവലി, പ്രത്യേകിച്ച് പുകവലിയുടെ കാര്യത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ശതമാനം സ്ത്രീകളാണെന്നുള്ളത്. അതെ, പുകവലി മാത്രമല്ല മദ്യപാനത്തിലും എല്ലാവരും മുൻപന്തിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരെക്കാളും സ്ത്രീകൾ മുൻപന്തിയിൽ പൊയ്ക്കൊണ്ടിരിക്കണം. ഇതിനൊരു നിയന്ത്രണം ആവശ്യമാണ്. ഈ മുതിർന്നവർ കാണിക്കുന്നത് കുട്ടികളെ കൂടെ അത് ബാധിക്കുന്ന രീതിയിലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ അത്യാവശ്യമാണ്. ഇതിപ്പോൾ ജൂൺ 26 ഇത് ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നു. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇത് കുട്ടികളുടെ ഇടയിൽ വളരെ അത്യാവശ്യം പ്രചരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന് പോകുന്ന ഭവിഷ്യത്തുകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഭരണകർത്താക്കൾക്ക് അത്യാവശ്യം തന്നെയാണ്. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള എല്ലാ വഴികളും ഗവൺമെൻറ് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെൻറ്റിൻ്റെ കൂട്ടായ ഉത്തരവാദിത്വം അല്ല, കുടുംബത്തിൻ്റെ ഒരു ശ്രദ്ധയും കൊണ്ട് മാത്രമേ ഇത് മാറ്റാൻ കുടുംബത്തിൻ്റെ ശ്രദ്ധയും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കൂട്ടായ്മയിലും മറ്റ് സംഘടന വഴിയും ഇതിന് ഇവരുടെ നിന്ന് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഇതിൽ വരുന്ന ഭവിഷ്യത്തുകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴുള്ള കുട്ടികൾ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതെ, കാരണം അവർ ലഹരി ഉപയോഗിക്കുന്നതിനൊക്കെ അടിമകളല്ലേ. അങ്ങനെ വരുമ്പോൾ ബന്ധം സ്വന്തമൊന്നും അവിടെ വില കൽപ്പിക്കുന്നില്ല. അവർക്ക് കാശാണ്, അങ്ങനെ ബന്ധമേ ഇല്ല. അതാണ് അവർക്ക് കാശാണ്. കാശിന് വേണ്ടി അവർ ബന്ധം കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ കുറഞ്ഞു വരുമ്പോൾ അവരത് കിട്ടാൻ വേണ്ടി പല വഴികളും സ്വീകരിക്കുന്നുണ്ട്. മോഷണ വഴികളും ബന്ധുക്കളെയും സ്വന്തക്കളെയും അപായപ്പെടുത്തിയും ഒക്കെ കാശ് ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ അവർ നോക്കുന്നുണ്ട്. അതിപ്പം നമ്മൾ സിനിമ വഴിയൊക്കെ കണ്ട് ഓരോരോ കഥകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അത് അവർക്കൊരു മാതൃക വേണം.
അവർ അത് അനുകരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് അത് അനുകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കുട്ടികൾ. അപ്പോൾ അവരെ പിന്തിരിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഈ ലഹരി കച്ചവടമൊക്കെ കൂടുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ടാണോ? എങ്ങനെയും കാശ് കൈവരിക്കുക എന്ന് ഉള്ള ഒരു രീതി സ്വീകരിക്കുന്നത് കൊണ്ടാണോ കൂടുതലും ലഹരി കച്ചവടം കൂടി വരുന്നത്, ലഹരി മാഫിയകൾ കൂടുന്നത്? കച്ചവടം കൂടുന്ന ഒരു ലഹരി മാഫിയായിട്ട് അവർ രൂപീകരിച്ച് അതനുസരിച്ച് വെളി രാജ്യങ്ങളിലും പല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഈ ലഹരി മരുന്നുകൾ ഇവിടെ കൊണ്ടുവന്ന് അതിന് വിദ്യാർത്ഥികളെ പഠിക്കുന്ന സ്കൂൾ കുട്ടികളായാലും ശരി മറ്റു മാർഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ അതിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവർ വഴി അവർ ഉപയോഗിക്കുകയാണ്. പക്ഷെ അവർക്ക് കാശ് കിട്ടാതെ വരുമ്പോഴാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള മാർഗങ്ങളൊക്കെ അവർ സൃഷ്ടിക്കുന്നത്. അത് ബന്ധവും സ്വന്തവും പ്രായപന്യം ഒന്നുമില്ല. അവർക്ക് കാശാണ് മെയിൻ. അതിനെന്തും ചെയ്യും അവർ. ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ് കുടുംബത്തിന് വില കൽപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി വരും തലമുറയിൽ അത്തരത്തിലുള്ള ഒരു കുടുംബമൊക്കെ കാണാൻ കഴിയുമോ ഈ ഒരു സാഹചര്യം ഇങ്ങനെ പോവുകയാണെങ്കിൽ? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം ഇപ്പം പഴയ രീതിയിലല്ല, കുടുംബങ്ങളിലെ ആൾക്കാരുടെ എണ്ണം കുറയാണ്. പണ്ട് അമ്മ അപ്പൂപ്പൻ ഇങ്ങനെ ഒരു നീണ്ട കുടുംബം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പോൾ ഒരു കുടുംബത്തിൽ 4 പേര്, അച്ഛനമ്മ 2 മക്കൾ. ഈ മക്കൾ സ്നേഹബന്ധങ്ങളൊന്നും അങ്ങോട്ട് ഇല്ല. അവരെ കാര്യങ്ങൾ നേടി വരുമ്പോൾ ഈ വയസ്സാവുന്ന അച്ഛനും അമ്മയും തന്നെ പെരുവഴിയിലേറി കിട്ടിട്ട് പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ പല വാർത്തകളും കാണുന്നുണ്ട്, പത്രമാധ്യമങ്ങളിൽ കേൾക്കുന്നുണ്ട്. ഒരുപാട് അനാഥാലയങ്ങളും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഇതിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. ആർക്കും ആരോട് സ്നേഹമില്ല. കാശുണ്ടാക്കാൻ എന്ത് വഴിയും സ്വീകരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അതിനൊരു മാറ്റം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിന് മാറ്റം ഒരാൾ മാത്രം വിചാരിച്ചപ്പോഴല്ല, ഗവൺമെൻറ് തലത്തിലും മറ്റേ മാർഗങ്ങളിലും കൂട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമേ അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ. ചേട്ടാ, കേരളത്തിൽ ലഹരിയുടെ ഉപയോഗം കൂടി വരികയാണ്. ഇത് കുട്ടികളിലും വിദ്യാർത്ഥികളിലും പുരുഷന്മാരെക്കാളുപരി ഇപ്പം പെൺകുട്ടികളാണ് കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും ഭാവി കേരളത്തിൻ്റെ അവസ്ഥ? ഭാവി കേരളത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ കുട്ടികൾ ലഹരി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയിനായിട്ട് ഒന്നാമത്തെ കാര്യം പഠിത്തത്തിനെ ബാധിക്കും. അതാണ് ഇത്. വീട്ടിലൊരു സ്വസ്ഥത കിട്ടത്തില്ല. അങ്ങനെ വരുമ്പം അച്ഛനും അമ്മയൊക്കെ പേടിയില്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ താറുമാറായി പല രീതിയിലും അന്യാധീനപ്പെട്ടു പോകും. അതുണ്ടാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക, അത്രയേ പറയാനുള്ളൂ. അല്ല, അപ്പോൾ കുട്ടികളുടെ ഈ ലഹരി ഉപയോഗം എങ്ങനെയാണ് നിയന്ത്രിക്കാൻ പറ്റുക? അത് കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല? മാതാപിതാക്കൾ 100% ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾ പോകുന്നത്, ക്ലാസ്സിൽ പോകുന്നുണ്ടോ എന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് അന്വേഷിക്കണം. പേരൻസ് മീറ്റിങ്ങിന് പോകണം. അങ്ങനെ എപ്പോഴും കോളേജോ സ്കൂളുമായിട്ടൊക്കെ അച്ഛനമ്മമാരെപ്പോഴും ശ്രദ്ധിച്ച് നിൽക്കേണ്ട ഒരിതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നില്ല. നമ്മൾ ഈ TV യിൽ കാണുന്നുണ്ട്, മകൻ അച്ഛനെ അടിച്ചു കൊന്നു, കുത്തിക്ക് കൊന്നു. ഇതെല്ലാം ഒന്നുമില്ലെങ്കിൽ മദ്യപാനായിരിക്കാം, അല്ലെങ്കിൽ വേറുള്ള ലഹരി മുഖാന്തരമായിരിക്കും. ഏതായാലും സ്വയബോധത്തിൽ അങ്ങനെ ചെയ്യാൻ വളരെ 100ൽ ഒരു 8% വരുവുള്ളൂ. ബാക്കിയൊക്കെ ലഹരി മുഖാന്തരമാണ്. അത് ചിലപ്പോൾ മദ്യമാകാം, പല രീതിയിലാകാം. പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു. അപ്പോൾ അവിടെ ബന്ധങ്ങൾ എല്ലാവരും സഹോദരി മാതാപിതാക്കൾ, അന്നൊന്നും ഇത്രയധികം ലഹരിയില്ല. അന്ന് കൂട്ടുകുടുംബത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അച്ഛനെ ബഹുമാനം ഉണ്ടായിരുന്നു, അമ്മയെ ബഹുമാനം ഉണ്ടായിരുന്നു, സഹോദരങ്ങളെ ബഹുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി 2 കുട്ടികളും ഒരു അച്ഛനും അമ്മയായി. അമ്മ ജോലിക്ക് പോകും, അച്ഛൻ ജോലിക്ക് പോകും. കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയമില്ല. കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി അവർ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കുന്നു. അവർക്ക് 2 ലക്ഷം 2.5 ലക്ഷം രൂപയുടെ ബൈക്ക് എടുത്ത് കൊടുക്കുന്നു. അവർ കറങ്ങുന്നു, പോകുന്നു. അവരെവിടെ പോകുന്നു, എന്തിനു പോകുന്നൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇവർ വഴി തെറ്റുന്നത് പോലും ലാസ്റ്റാണ് അച്ഛനമ്മമാർ അറിയുന്നത്. അപ്പോൾ ഈ കുടുംബത്തിനൊരു പ്രധാന ഘടകമാണല്ലേ കൂട്ടുകുടുംബത്തിൽ നിന്നും അണുകുടുംബത്തിലോട്ട് മാറിയപ്പോൾ കുട്ടികളുടെ ആ ഒരു ബന്ധങ്ങളുടെ ഒരു വിലകളെല്ലാം നശിച്ചു പോയി. വിലകളെല്ലാം ഇനി ഭാവിയിൽ ഇതിനൊരു മാറ്റം സംഭവിക്കുമെന്ന് തോന്നുന്നു. ഇതിന് മാറ്റം സംഭവിക്കണം. അത് സംഭവിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഇവിടുത്തെ ഭരണാധികാരികൾ അതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. ഭരണാധികാരികളും മാതാപിതാക്കളും എല്ലാവരും ഇതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. ഇത് ലഹരി മുക്ത കേരളമായി മാറും. പക്ഷെ പെട്ടെന്ന് നടന്നില്ലെങ്കിലും ഒരു സമയത്ത് ഇത് മാറും. അങ്ങനെ ഒരു കാലഘട്ടം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലഹരിയുടെ ഉപയോഗം അതീവ ജാഗ്രതയോടെ കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് പ്രതികരിച്ചത് അതിനെക്കുറിച്ചുമാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നതുവരെ ക്യാമറാമാൻ അനിൽ ആനന്ദിനോടൊപ്പം അനുജ പ്രകാശ്.